സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്. സോ ഇത് വരുന്നത് നിങ്ങളുടെ 7th സെമസ്റ്ററിലായിരിക്കും. സോ ഇതിനെപ്പറ്റി പറയുമ്പം ഈ എന്താണ് ഇൻഫർമേഷൻ തിയറി എന്ന് പറയുന്നത്? ഓക്കെ, ഇൻഫർമേഷൻ തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രോബബിലിറ്റി തിയറി. ആൻഡ് മെയിൻലി നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലായിരിക്കും. നമ്മളിപ്പോൾ AC പഠിച്ചു, DC പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒരു ഡേറ്റയെ എറർലെസ് ആക്കി എനിക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഓരോ ചാനൽ, അതാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് പറയാൻ മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതിനൊരു സ്പെസിഫിക് ഡെഫിനേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ വാട്ട്സ് ഇറ്റ് ഇൻഫർമേഷൻ? അപ്പം നമ്മളത് പറയും തന്നെ നമുക്കൊരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എടുക്കാം. ഓക്കെ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ വരും? നമുക്കൊരു സോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ വരും, ലീഡിങ് ഓൺ ടു എ ചാനൽ, വിൽ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ടു എ റിസീവർ. അല്ല, ഇവിടെ നിന്ന് വരുന്ന ഡേറ്റ നമ്മൾ ചാനൽ വഴി പാസ് ചെയ്ത് റിസീവറിൽ എനിക്ക് കിട്ടുന്നു. ഇതാണ് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരുന്നത്. ഓക്കെ, സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കൊമോഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വിച്ച് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദി സോഴ്സ്, which will be transmitted over the channel and will be received by the receiver. Okay, source produce ചെയ്ത the receiver അല്ലെങ്കിൽ യൂസറിനെ പാസ് ഓൺ ചെയ്യിക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പല ഫോമിൽ വരാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ഫോമിൽ എന്ത് വരും? നമുക്ക് വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ഇതെല്ലാം ഇൻഫർമേഷനാണ്. അതല്ലാതെ ഇപ്പം VCF ഫിലിം ഇസ് എ സോഴ്സ് ഓഫ് എന്താണ്? ഇൻഫർമേഷൻ. നമുക്ക് അതിൽ നിന്ന് ഒരു സോർട്ട് ഓഫ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന മ്യൂസിക്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പിക്ചർ, ഇതെല്ലാം എന്താണ്? സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇത് ദ വേ വി ടോക്ക്, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ്, ഇറ്റ്സ് ഓൾസോ ഫോം ഓഫ് ഇതാണ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം ഇൻഫർമേഷൻ ആണ്. ഇനി പറയുമ്പം നമുക്കൊരു ജനറൽ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റം പറയാം. എനിക്ക് ഒരു ജനറൽ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റം അതെങ്ങനെ പറയാം? നമുക്ക് ഒരു ജനറേറ്റർ ഉണ്ട്. ഓക്കെ, വി ഹാവ് എ ജനറേറ്റർ വിച്ച് വിൽ ബി പ്രൊഡ്യൂസിങ് എ പർട്ടിക്കുലർ സോഴ്സ് ഓഫ് എനർജി, ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ എനർജി വിൽ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ടു എന്തായിരിക്കും? ഒരു യൂസർ. ഓക്കെ, നമ്മുടെ യൂസർ എൻഡിൽ റിസീവർ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇയാൾക്കാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ എന്ന് പറയുന്നത് സപ്പോസ് ആ ഒരു വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VG ആണെങ്കിൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ എനിക്ക് റിസീവറിൽ കിട്ടണം VR. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കേസ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണ് പറയുന്നത്? ഈ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നത് ഓവർ എന്തായിരിക്കും? ഒരു ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ വഴിയായിരിക്കും ഈ ഡേറ്റ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത് ഏതിലോട്ട് കൊടുക്കുന്നത്? ഒരു യൂസറിൽ കൊടുക്കുന്നത്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കാം? ഈ വരുന്ന എനർജിയിൽ ലോസ് ഉണ്ടാവും. അല്ലെ, ട്രാൻസ്മിഷൻ ലൈൻ വഴി പാസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്മിഷൻ ലോസസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആൻറ്റിനയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇൻ ദ കേസ് ഓഫ് എ ജനറൽ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റമിൽ ഞാൻ ചെയ്യുന്നത് ഈ ഇനീഷ്യലി വരുന്ന ഡേറ്റയെ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഞാൻ ഒരു സ്റ്റെപ്പ് ഡൗൺ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ചെയ്യിക്കും. ഓക്കെ, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യിക്കും എൻ്റെ ഇനീഷ്യലി വരുന്ന ആ ഒരു എനർജി. എന്നിട്ട് ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ടു ദി ട്രാൻസ്മിഷൻ ലൈൻ. എന്നിട്ട് റിസീവർ എൻഡിലായിട്ട് ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഇതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഓക്കെ, ആ വരുന്ന ആ ഒരു സോർട്ട് ഓഫ് എനർജീനെ ഞാൻ എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ചെയ്യും. സോ ദാറ്റ് എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ യൂസറോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ട്രാൻസ്മിഷൻ ലൈൻ ലോസ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഈ വരുന്ന സമയത്ത് എന്ത് പറ്റും? നോയ്സസ് വരാം, അല്ലെങ്കിൽ വേറെ പല സോഴ്സ് ഓഫ് നോയ്സസ് ഉണ്ടാവാം, ലോസസ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? എൻ്റെ ഈ വരുന്ന ഡേറ്റേനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പറയുന്നത് എന്താ കേസ് ഓഫ് എന്താണ്? ഇലക്ട്രിക്കൽ സിസ്റ്റം. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഡീൽ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോഴ്സ്, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ആക്ച്വലി റാൻഡം ഇൻ നേച്ചർ. എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു സോഴ്സ് പറയുകയാണെങ്കിൽ ആ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അൺപ്രഡിക്റ്റബിൾ ഇൻ നേച്ചർ. ഓക്കെ, ഇറ്റ് വിൽ ബി അൺപ്രഡിക്റ്റബിൾ ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് വിൽ ബി അൺസർട്ടൺ. ഓക്കെ, അതുകൊണ്ട് എന്ത് പറ്റും എന്ന് പറയുമ്പം ഒരു സോഴ്സ് ഇൻ ദ കേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെലക്ടിങ് റാൻഡംലി. ഓക്കെ, റാൻഡമായിട്ട് അത് ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് എന്ത് സെലക്ട് ചെയ്യും? സോഴ്സ് സിമ്പിൾസിനെ സെലക്ട് ചെയ്യും. ഓക്കെ, ഫ്രം ദി ഗിവൻ ആൽഫബറ്റ്. ഒരു സോഴ്സ് ആൽഫബറ്റിൽ നിന്ന് അത് ഒരു സോഴ്സ് ഓഫ് ഒരു സീക്വൻസ് ഓഫ് എന്ത് സെലക്ട് ചെയ്യും? റാൻഡമായിട്ട് ഒരു സീക്വൻസ് ഓഫ് സോഴ്സ് സിമ്പിൾസ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ ഓരോ സിമ്പിൾസ് എന്ത് ചെയ്യാൻ കറസ്പോണ്ടിങ് ഓരോ പ്രോബിലിറ്റി ഉണ്ടാവും. എന്നിട്ട് ദിസ് വിൽ ബി ട്രാൻസ്മിറ്റഡ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ പറയുമ്പോൾ, ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൻ്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം, ഓക്കെ, വി ഹാവ് എ സോഴ്സ് ആൻഡ് ദിസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ടു എന്തായിരിക്കും? ഒരു ചാനൽ വഴിയായിരിക്കും ഞാൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ചാനൽ വഴി പാസ് ചെയ്യിക്കുമ്പോൾ ഇൻ ദ കേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന ചാനൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലോസി ഇൻ നേച്ചർ. ഓക്കെ, ലോസി ഇൻ നേച്ചർ ആൻഡ് ദെൻ വിൽ ബി റിസീവ്ഡ് ബൈ എന്തായിരിക്കും? റിസീവർ റിസീവ് ചെയ്യും. പക്ഷേ ഈ കേസിൽ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു ലോസി ചാനൽ വഴി ഞാൻ ഒരു ഡേറ്റ പാസ് ചെയ്യുകയാണ്. ഓക്കെ, സോഴ്സ് ആണെങ്കിൽ ഒരു സോഴ്സ് ഇൻഫർമേഷൻ,
ഒരു ഡേറ്റ നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്തു ആൻഡ് അത് ഈ ചാനലിൽ വഴി പാസ് ചെയ്യുന്ന സമയത്ത് ആസ് എ ചാനൽ ഇസ് ലോസി ഇൻ നേച്ചർ നമുക്ക് കിട്ടാൻ പോകുന്ന ഡേറ്റ വിൽ ബി കറപ്റ്റഡ് ഇൻ നേച്ചർ. ഇപ്പോൾ ഈ ചാനൽ വഴി പാസ് ചെയ്യുമ്പോൾ ലോസിയാണ് ആൻഡ് എന്ത് സംഭവിക്കും, നമുക്ക് നോയ്സസും കൂടെ വരും. അപ്പോൾ നോയ്സസിൻ്റെ പ്രസൻസും കൂടെ വരുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഡേറ്റയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ അതേ ഫോമിൽ ആയിരിക്കത്തില്ല എനിക്ക് റിസീവർ സൈഡിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് എന്തായിരിക്കും ഈ നോയ്സസ്. അപ്പോൾ അത് കാരണം എന്ത് പറ്റും, നമ്മുടെ ഡേറ്റ കറപ്റ്റഡ് ആയി. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സിസ്റ്റമാണോ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണോ? അല്ല. കാരണം എന്താണ്, ഇതിൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പം ഈവൻ ഡ്യൂറിങ് അൺറിലയബിൾ സിറ്റുവേഷൻസ് വി ഹാവ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അല്ലെ, നമ്മൾ സെൻഡ് ചെയ്ത ഡേറ്റ അതേപോലെ എനിക്ക് റിസീവറിൽ കിട്ടണം. ഓക്കെ, അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുത്തെ കേസിൽ ഇൻ ദ കേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൽ നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റമിൽ എന്താണ് ചെയ്തത്, അതേപോലത്തെ ടെക്നിക്കാണ് ആക്ച്വലി കൊണ്ടുവരുന്നത്. ഇവിടെ എന്തായിരുന്നു, എനിക്ക് വരുന്ന ഡേറ്റ ഈ ട്രാൻസ്മിഷൻ ലൈൻ വഴി പോകുന്ന സമയത്ത് എറർ വരുന്നു എന്ന് കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ എനർജി ലോസ് വരുന്നു എന്ന് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ട് സിസ്റ്റം കൊടുത്തു. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും കൊടുത്തു, നമ്മൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും കൊടുത്തു. ഇതേപോലെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചെയ്യാൻ പോകുന്നത് ഇവിടെ എന്താണ്, നമുക്കൊരു സോഴ്സ് ഉണ്ട്, ചാനലുണ്ട്, റിസീവർ ഉണ്ട്. ആൻഡ് ചാനൽ ഈ കേസിൽ എന്ത് പറ്റും, നമുക്ക് നോയ്സസ് വരും. ഇപ്പോൾ നോയ്സസിൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റേനെ ഞാൻ ആദ്യം ഒരു എൻകോഡർ സർക്യൂട്ടിന് കൊടുക്കും. എന്തായിരിക്കും, നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ചെയ്തില്ല, അതേപോലെ ആ ഒരു പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഡേറ്റേനെ ഒന്ന് വേറൊരു ഫോമിലാക്കാൻ വേണ്ടി. സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റേനെ വേറൊരു ഫോമിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആ സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റേനെ ഞാൻ ഒരു എൻകോഡർ സർക്കിൾ കൊടുക്കും. ഓക്കെ, സോ നമുക്കൊരു എൻകോഡഡ് ഡേറ്റ കിട്ടും, അല്ലെങ്കിൽ എൻകോഡഡ് മെസ്സേജ് കിട്ടും. ഓക്കെ, എന്നിട്ട് ആ മെസ്സേജിനെ എന്ത് ചെയ്യും, ഈ ചാനൽ വഴി പാസ് ചെയ്യിക്കും. ഓക്കെ, ആൻഡ് എൻകോഡഡ് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലെസ് ഇമ്മ്യൂൺ, ഇറ്റ് വിൽ ബി മോർ ഇമ്മ്യൂൺ ടു എന്തായിരിക്കും വരുന്ന നോയ്സ്, ചാനൽ നോയ്സസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, റിസീവർ സൈഡിൽ കൊടുക്കും. ഇപ്പോൾ റിസീവർ സൈഡിൽ വരുന്ന മെസ്സേജ് ഇപ്പോൾ എന്താണ്, എൻകോഡഡ് ഫോമിലാണ്. ഓക്കെ, എൻകോഡഡ് ഫോമിൽ വരുന്ന മെസ്സേജ് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഡീകോഡ് ചെയ്യും. അതിന് വേണ്ടി ഒരു ഡീകോഡർ സർക്യൂട്ട് യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, റിസീവറിലേക്ക് റിസീവ് ചെയ്യും. സോ ദിസ് ഇസ് ദി എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടി ചെയ്യുന്നത്, ഇവിടെ വരുന്ന ഈ നോയ്സസിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അഡീഷണൽ സർക്യൂട്ട് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്നത്, എനിക്കൊരു സോഴ്സ് ഉണ്ടാവും. ഓക്കെ, സോഴ്സിൽ നിന്ന് എന്ത് ചെയ്തു, ഞാൻ ഒരു എൻകോഡർ സർക്യൂട്ടിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു എൻകോഡർ സർക്യൂട്ട് വന്നു. എന്നിട്ട് നമ്മളതൊരു ചാനലിലോട്ട് കൊടുക്കുകയാണ്. ചാനലിൽ വരുന്ന സമയത്ത് ആര് വരുന്നുണ്ട്, നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് വരുന്ന ഡേറ്റയെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഡീകോഡ് ചെയ്യും. ഓക്കെ, ഡീകോഡർ സർക്യൂട്ടിൽ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ റിസീവറിലേക്ക്. സോ ഇതാണ് നമ്മൾ ചെയ്തത്. സോ ഇങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത്, ഒരു എൻകോഡർ ഡീകോഡർ സർക്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സിസ്റ്റമിൻ്റെ എഫിഷ്യൻസിയാണ് കൊടുക്കുന്നത്. ഓക്കെ, നോട്ട് ദ ടേം എഫിഷ്യൻസി. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റമിൻ്റെ എഫിഷ്യൻസിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് നമ്മളിവിടെ പറഞ്ഞില്ല, ഈ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ചെയ്യുന്നത് ആ പർപ്പസാണ് നമ്മൾ ഈ പറയുന്ന കോൺസെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരുന്ന ഡേറ്റയെ ഞാൻ എൻകോഡ് ചെയ്ത് വേറൊരു ഫോമിലാക്കും. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ഇമ്മ്യൂൺ ടു നോയ്സ് ആൻഡ് എന്നിട്ട് റിസീവേഴ്സിൽ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നമുക്കൊരു സോഴ്സിൽ നിന്ന് വരുന്ന ഒരു ഇൻഫർമേഷനെ എനിക്ക് എങ്ങനെ എന്ത് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് വഴി കൺവേർട്ട് ചെയ്യാൻ പറ്റും, എന്തിനു വേണ്ടി, നോയ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തായിരുന്നു. ഓക്കെ, ഇനി പറയുമ്പം ഈ ഇൻഫർമേഷൻ ആൻഡ് ദി പ്രോബബിലിറ്റി, ഓക്കെ, ഇവർ തമ്മിൽ ഒരു ബേസിക് റിലേഷൻ ഉണ്ട്. ഓക്കെ, ഈ റിലേഷൻ എന്താണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയുകയാണ്, യു ആർ പ്ലാനിങ് ഫോർ എ ട്രിപ്പ് ഓവർ ടു ന്യൂഡൽഹി. ഓക്കെ, നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈം എപ്പോഴാണോ അതിന് ഒരു മാസം മുമ്പേ നിങ്ങൾക്ക് പറയണം നിങ്ങൾ പോകുന്ന ടൈമിൽ അവിടുത്തെ വെതർ കണ്ടീഷൻ എങ്ങനെയാണ്. ഓക്കെ, അത് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അവിടുത്തെ വെതർ സ്റ്റേഷനെ വിളിച്ച് ചോദിക്കും. ഓക്കെ, ഒരു മാസത്തിന് ശേഷം ഞാൻ അവിടെ വരികയാണ്, അവിടുത്തെ കണ്ടീഷൻ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വെതർ സ്റ്റേഷൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തരാണ്. ഓക്കെ, ദേ ആർ ഗിവിങ് യു 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അവർ ആദ്യം പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർ പറയാണ്, ഓക്കെ, നിങ്ങൾ വരുന്ന സമയത്ത് ദ സൺ വിൽ റൈസ്. ഓക്കെ, സൺ വിൽ റൈസ് എന്ന് പറയുന്നു. ആൻഡ് ദേ ഗിവ് എ പ്രോബിലിറ്റി വാല്യൂ. ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയാണ്. ആൻഡ് അവർ പറയാണ്, ഓക്കെ, അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1. ആൻഡ് അവർ സെക്കൻഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, ദാറ്റ് ഈസ്, ഓക്കെ, ഇറ്റ് വിൽ റെയിൻ. ഓക്കെ, ഇറ്റ് വിൽ റെയിൻ എന്ന് പറയുന്നു വിത്ത് എ പ്രോബിലിറ്റി വാല്യൂ ഈക്വൽ ടു സപ്പോസ് ഒരു 1/100. ഓക്കെ, ആൻഡ് അവർ മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയാണ്, there will be tornadoes. There will be tornadoes. Okay, with the probability അവർ പറയാണ്, suppose it is 1/10,000. ഓക്കെ, ഇങ്ങനത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വെതർ ഫോർകാസ്റ്റ് സ്റ്റേഷൻ നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെ തരുന്നതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡീകോഡ് എടുക്കാൻ പറ്റും.
അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, സൺ വിൽ റൈസ് എന്ന് പറയുന്നത്. സൺ വിൽ റൈസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡെഫിനറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണല്ലേ. അതിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വല്ലതും ഉണ്ടോ? ഇല്ല. കാരണം സൺ വിൽ ഡെഫിനറ്റ്ലി റൈസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് വിൽ സെറ്റ് ഇൻ ദി വെസ്റ്റ്. അതൊരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അല്ലേ, യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. ആൻഡ് ഗിവൻ ദ പ്രോബിലിറ്റി ഈക്വൽ ടു 1 വിച്ച് മീൻസ് എന്താണ്? ഇതൊരു ഷ്യൂർ ഇവൻ്റ് ആണ്. സോ ഇപ്പം എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുന്നത്, ലൈക്ക് സപ്പോസ് ഇറ്റ് ഇസ് റെയിനിങ് ഓർ സപ്പോസ് ഇറ്റ് ഇസ് ഫോഗി നേച്ചർ, ഓക്കെ, അങ്ങനെ എന്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വന്നാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് എ ഷ്യൂർ ഇവൻറ്റ്. സോ എന്താണ് പറയുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ദർ ഇസ് നോ അൺസർട്ടനിറ്റി. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ദർ വിൽ ബി നോ അൺസർട്ടനിറ്റി. സോ അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഡീകോഡ് എടുക്കാനില്ല അല്ല. കാരണം അവർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് വിച്ച് ഇസ് ഡെഫിനറ്റ്ലി ഗോണ ഹാപ്പൻ. അങ്ങനെ പറയുന്ന കേസിൽ ദർ വിൽ ബി നോ അൺസർട്ടനിറ്റി വിച്ച് മീൻസ് ദാറ്റ് അതിൽ നിന്ന് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും ഗെയിൻ ചെയ്യാനില്ല. സോ ഇതിൽ നിന്ന് വി ഗെറ്റ് നോ ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. ഓക്കെ, നോ ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. ഇനി നമുക്ക് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നത് ഇറ്റ് വിൽ റെയിൻ. ഓക്കെ, അൺലൈക്ക് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെൻ വിച്ച് ഇറ്റ് വാസ് എ ഡെഫിനറ്റ്. സോ അൺലൈക്ക് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഇറ്റ് വിൽ റെയിൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡെയിലി ഫിനോമിനൻ അല്ല അല്ലെ, നമ്മൾ ഡെയിലി നടക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ അല്ല, അത് വരാൻ പോവാം. സോ ഇങ്ങനെ ഇൻഫർമേഷൻ അവർ തരികയാണ് വിത്ത് എ പർട്ടിക്കുലർ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു സോർട്ട് ഓഫ് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, സം സോർട്ട് ഓഫ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഇപ്പോൾ നിങ്ങൾ ട്രിപ്പ് പോകുകയാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? അത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആണല്ലേ. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദർ ഇസ് എ സോർട്ട് ഓഫ് അൺസർട്ടനിറ്റി, ഒരു ലോ ലെവൽ ഓഫ് അൺസർട്ടനിറ്റി ഉണ്ട്. ഓക്കെ, അൺസർട്ടനിറ്റി ഉണ്ട്. സോ വെൻ അൺസർട്ടനിറ്റി എക്സിസ്റ്റ് വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. വി ഗെറ്റ് സം സോർട്ട് ഓഫ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദേ വിൽ ബി ടൊർണാഡോസ്. ഓക്കെ, ടൊർണാഡോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ പറഞ്ഞ കേസ് എന്താ? നമ്മൾ ന്യൂഡൽഹിയുടെ കാര്യമാണ് പറഞ്ഞത്, അതും ഇന്ത്യയിലാണ്. സോ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഒരു ടൊർണാഡോ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ പോസിബിലിറ്റി ഇറ്റ് ഇസ് എ വെരി റെയർ ഇവൻറ്റ്. ഓക്കെ, നല്ലവണ്ണം റെയർ ഇവൻ്റ് ആണ്. അപ്പം അങ്ങനെ റെയർ ഇവൻ്റ് ആയ സ്ഥിതിക്ക് അവരിപ്പോൾ പറയാണ് ദേ വിൽ ബി ടൊർണാഡോസ് എന്നും കൂടെ പറയുകയാണെങ്കിൽ വിത്ത് പ്രോബിലിറ്റി എന്ന് 1/10,000 വളരെ കുഞ്ഞു ഒരു പ്രോബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. ഈവൻ ദോ അവർക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് തരാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് എ റിയലി ഗുഡ് ഇൻഫർമേഷൻ. കാരണം ഇങ്ങനത്തെ ഒരു ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ പോകാൻ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമെങ്കിൽ വി കുഡ് ആക്ച്വലി ക്യാൻസൽ എ ട്രിപ്പ്. ഓക്കെ, സോ കമ്പയർഡ് ടു ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ റിയലി നമുക്കൊരു സോർട്ട് ഓഫ് ഇൻഫർമേഷൻ, ഒരു കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വി ഗെറ്റ് എന്താണ്? വി ഗെറ്റ് റിയലി ഗുഡ് ഇൻഫർമേഷൻ. ഓക്കെ, വി ഗെറ്റ് റിയലി ഗുഡ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. സോ ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് ഡീകോഡ് എടുക്കുന്ന വാല്യൂസ്. സോ ഇത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. നമുക്ക് പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, പ്രോബിലിറ്റി 1 ആയ കേസിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല, അഡീഷണൽ ഇൻഫർമേഷൻ നമുക്കൊന്നും കിട്ടുന്നില്ല. ആൻഡ് വെൻ പ്രോബിലിറ്റി 1/100 ആയ സമയത്ത് ഓക്കെ വി ആർ ഗെറ്റിംഗ് സം ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. ആൻഡ് പ്രോബിലിറ്റി ഈസ് റിയലി ലെസ്, വി ആർ ഗെറ്റിംഗ് വെരി ഗുഡ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. സോ ഇത് നമുക്ക് എന്ത് റിലേറ്റ് ചെയ്യാം? ഈ പ്രോബിലിറ്റിയും കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ റിലേറ്റ് ചെയ്താൽ എന്താ പറ്റും? പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ് അല്ലേ. ഇപ്പോൾ ഒരു ഈവൻറ്റിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് കൂടുന്ന സമയത്ത് വി ഗെറ്റ് ലെസ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. സോ ദേ ആർ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഇതാണ് റിലേഷൻ പറയുന്നത്. സോ വി ക്യാൻ ആക്ച്വലി സേ ദാറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഈവൻറ്റ് പറയാണ്, സപ്പോസ് എന്ത് ഇപ്പം നമ്മളിപ്പോൾ ന്യൂഡൽഹിയിൽ പോയ ഈവൻറ്റ്, ഓക്കെ, ആ ഈവൻറ്റിന് ഞാൻ എ എന്ന് പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഈവൻറ്റ് എ വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1 പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഈവൻറ്റ്. അല്ലെങ്കിൽ അത് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുകയാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും I of A can be written as inverse proportionality മാറ്റി ഞാൻ ടേംസ് ഒരു ഫംഗ്ഷൻ പറയാണ്, will be equal to a function of the probability of A. Okay, this is my relation. So നമുക്ക് പറയാൻ പറ്റും ഇൻഫർമേഷൻ പ്രോബിലിറ്റി ആർ ടു ടേംസ് വിച്ച് ആർ എന്താണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ്. സോ നമ്മൾ ഇൻഫർമേഷനെയും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി റിലേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? I of A എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? വാസ് പ്രൊപ്പോർഷണൽ ടു 1/P of A എന്ന് പറഞ്ഞു. സോ ഐ റൂട്ട് ഇറ്റ് ആസ് എങ്ങനെയാണ്? I of A എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ I of A വിൽ ബി ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എന്ത് പറഞ്ഞു നമ്മൾ? P of A, ദ പ്രോബിലിറ്റി. ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ റിലേഷൻ. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ക്യാൻ ബി റിലേറ്റഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് P of A. ഇനി ഈ ഫംഗ്ഷനെ മാറ്റി എനിക്കൊരു വേറൊരു ആക്ച്വലി ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ബേസിക്കായിട്ട് ജനറലൈസ് ചെയ്ത് പറയുകയാണ്, അതിനെ മാറ്റി എനിക്കൊരു ആക്ച്വൽ ഫംഗ്ഷൻ ഉണ്ടെന്ന്. ഓക്കെ, അതിന് വേണ്ടിയാണ് ഞാൻ ഈ കുറച്ച് സീരീസ് ഓഫ് ഒരു കണ്ടീഷൻസ് പറയാൻ പോകുന്നത്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി ഇൻഫർമേഷൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് ഓക്കെ, ഇൻഫർമേഷൻ എന്ന് പറയുന്ന ടേം ഇറ്റ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. സോ ഇതിൽ എന്താണ് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്
it will never be negative in nature. അതായത് it should always be greater than equal to 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇനി ഞാൻ തേർഡ് പറയുന്നത്, സപ്പോസ് ഞാൻ ഒരു 2 ഇവൻറ്റ്സ് പറയാണ്. ഓക്കെ, ഐ എം കൺസിഡറിങ് 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി. 2 ഇവൻറ്റ്സ് പറയാണ് ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് എ എന്ന് പറയുന്ന ഇവൻറ്റ് പ്രോബിലിറ്റി പി ഓഫ് എ പറയാണ് ആൻഡ് ബി എന്ന് പറയുന്ന പ്രോബിലിറ്റിയുടെ ഇവൻറ്റ്, ഓക്കെ, ബി എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി ഞാൻ പി ഓഫ് ബി പറയാണ്. ഐ എം കൺസിഡറിങ് ദാറ്റ് ഈ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ബി. പി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ പി ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും? ഒരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് മറ്റേ ഇവൻറ്റിനെക്കാട്ടി കൂടുതലാണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ മറ്റേ ഇവൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ. കാരണം എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ എന്താണ്, പ്രോബിലിറ്റി കൂടുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ കുറയും. ഓക്കെ, സോ ദിസ് ഇസ് മൈ തേർഡ് റിലേഷൻ. ഓക്കെ, ഇനിയിപ്പം അടുത്ത കേസ് എന്ന് പറയുകയാണെങ്കിൽ വെൻ ആൻ ഈവൻറ്റ് ഇസ് ഷുവർ ടു ഹാപ്പൻ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഈവൻറ്റ് അഗെയിൻ ഒരു പ്രോബിലിറ്റി ഓഫ് ഈവൻറ്റ് എ എന്ന് പറയാണ്. ആ ഈവൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഡെഫിനറ്റ് ഈവൻറ്റ്. നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞില്ല സൺ വിൽ റൈസ് എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു ഷുവർ ഈവൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനത്തെ ഒരു ഈവൻറ്റ് ഷുവർ ഈവൻറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന നമ്മുടെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വെൻ ദ പ്രോബിലിറ്റി ഈസ് 1 അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ വിൽ ബി 0. സോ ദിസ് ഇസ് മൈ ഫോർത്ത് റിലേഷൻ. ഇനി ഒന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ, സപ്പോസ് ഞാൻ പറയാണ്, ഞാനിപ്പോൾ ഒരു സോഴ്സ് എടുക്കുകയാണ്. ഓക്കെ, ഐ ഹാവ് എ സോഴ്സ് ആൻഡ് ഐം ട്രാൻസ്മിറ്റിംഗ് 2 മെസ്സേജസ് എ ആൻഡ് ബി. ഓക്കെ, ഈ ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ 2 മെസ്സേജസ് എ ആൻഡ് ബി ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇതിലോട്ട് കൊടുക്കും. ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യുന്നത് ഒരു റിസീവർ ആയിരിക്കും. ഓക്കെ, ഒരു റിസീവർ ആയിരിക്കും ആസ് ദി മെസ്സേജ് സി. ഈ 2 മെസ്സേജിന് സി എന്ന് പറഞ്ഞ മെസ്സേജ് ആയിട്ടാണ് ഞാൻ റിസീവ് ചെയ്യുന്നത്. സോ ദി ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു ദിസ് മെസ്സേജ് സി വിൽ ബി എന്തായിരിക്കും? ഐ ഓഫ് സി. ഈ മെസ്സേജ് സിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ ഐ ഓഫ് സി ആയിരിക്കും വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? വി കൻ റൈറ്റ് ഇറ്റ് ആസ് എ സമ്മേഷൻ ഓഫ് മെസ്സേജസ് എ ആൻഡ് ബി. അല്ല, നമ്മൾ എ എന്ന് പറയുന്ന മെസ്സേജും ബി എന്ന് പറയുന്ന മെസ്സേജിനും കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എന്താണോ അവിടെ നിന്ന് കിട്ടുന്ന സമ്മേഷൻ ആയിരിക്കും എനിക്ക് സിയിൽ റിസീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ആൻഡ് ഇതെന്താണ്? ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വി ഹാവ് എ റിലേഷൻ വിത്ത് പ്രോബിലിറ്റി ആസ് എന്താണ്? ഫംഗ്ഷൻ ഓഫ് പി ഓഫ് എ അല്ലെ ഫംഗ്ഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആ ഒരു ഇവൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഐ ഓഫ് സി ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? ഫംഗ്ഷൻ ഓഫ് പി ഓഫ് സി will be equal to എന്തായിരിക്കും? ഫംഗ്ഷൻ ഓഫ് ഐ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് പി ഓഫ് എ അഗെയിൻ പ്ലസ് ഫംഗ്ഷൻ ഓഫ് എന്ത് കിട്ടും നമുക്ക്? പി ഓഫ് ബി. ഇങ്ങനെയായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി സപ്പോസ് നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ ഈ എ ആൻഡ് ബി എന്ന് പറഞ്ഞ 2 മെസ്സേജസ് ഫ്രം ദ സെയിം സോഴ്സ്. ഐ എം കൺസിഡറിങ് ദാറ്റ് ഈ 2 മെസ്സേജസ് ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ എപ്പോഴാണ് ഒരു 2 മെസ്സേജ് അല്ലെങ്കിൽ 2 ടേംസ് 2 ഈവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്? ഒരു ഈവൻറ്റിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് വിൽ നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദി അതർ ഇവൻറ്റ്. അല്ലെ, ഒരു ഇവൻറ്റ് വേറൊരു ഇവൻറ്റ് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും തമ്മിൽ ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഈ 2 മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഡിപ്പെൻഡൻറ്റ് നേച്ചർ. അതായത് നമുക്ക് എ ഗിവൺ ബി എന്ന് പറയാൻ പറ്റരുത്. എ ആൻഡ് ബി ഷുഡ് ബി എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ ബൈ പ്രോബിലിറ്റി തിയറി എനിക്കറിയാം ഈ പി ഓഫ് സി എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്ന കേസിൽ പി ഓഫ് സി ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഈ കേസ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്ന കേസിലാണ്. സോ ഇനി ഇവിടെ എഴുതുമ്പോൾ എന്ത് പറ്റും? ഫംഗ്ഷൻ ഓഫ് പി ഓഫ് സിക്ക് വരെ എനിക്ക് കിട്ടുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി വിച്ച് വിൽ ബി ഈക്വൽ ടു ദ സെയിം സ്റ്റഫ്. ഓക്കെ, സോ ഫംഗ്ഷൻ ഓഫ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ വിൽ ബി ഈക്വൽ ടു ഇൻഡിപെൻഡൻ്റ് ആവുന്ന കേസിൽ ഫംഗ്ഷൻ ഓഫ് പി ഓഫ് എ പ്ലസ് ഫംഗ്ഷൻ ഓഫ് പി ഓഫ് ബി. ഇതല്ലേ നമ്മൾ പ്രോബിലിറ്റിയിൽ പഠിച്ച റിലേഷൻ എന്ന് പറയുന്നത്. അതെ, സോ വി ആർ ഗെറ്റിംഗ് ആക്ച്വലി എത്ര റിലേഷൻ നമുക്ക് കിട്ടിയേ? നമുക്ക് 5 റിലേഷൻ കിട്ടി. സോ ഈ 5 റിലേഷൻ അല്ലെങ്കിൽ 5 കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഐ ഹാവ് ടു ഫൈൻഡ് എ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇൻ ദിസ് ഇക്വേഷൻ. അങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ദ ലോഗരിതമിക് ഫംഗ്ഷൻ. സോ വി കുഡ് ആക്ച്വലി റീറൈറ്റ് ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആസ് എങ്ങനെയാണ്? ഐ ഓഫ് എ ക്യാൻ ബി റിട്ടൺ ആസ് ഓക്കെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ലോഗ് പറയാം. അതായത് ലോഗ് ടു ദ ബേസ് ബി എന്ന് പറയുന്നത് where b indicates the number of levels. ഓക്കെ, അതിൻ്റെ ബിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മുടെ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ മാറുന്നത്. അത് നമുക്ക് പറയാം. log to the base b 1 by p of a. Okay, this is an important relation and ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ പ്രോബിലിറ്റി റിലേറ്റഡ് ആയിരിക്കുന്നത് യൂസിങ് ദ ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. വിത്ത് യൂണിറ്റ് എന്താണ്? വിത്ത് നമ്പർ ഓഫ് ലെവൽസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബി. സോ ഡിപ്പെൻഡിങ് ഓൺ ബി ലൈക്ക് ബിയുടെ വാല്യൂ ഇപ്പം നമ്മൾ നോർമലി ഇവിടെ യൂസ് ചെയ്യുന്നത് ITCയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ലെവലിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് അതിന് കൂടുതൽ വാല്യൂ കിട്ടും. നമ്മൾ ഹഫ്മാൻ കോഡിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ 3rd ലെവലൊക്കെ നോക്കും.
ബാക്കിയുള്ള കേസിൽ സെക്കൻഡ് ലെവലാണ് വരുന്നത്. സോ ബി ലെവലിൽ 2 എന്ന സമയത്ത് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ബിറ്റ്സ്. ഓക്കെ, ഇൻഫർമേഷൻ ക്യാൻ ബി റിട്ടൺ. ഇപ്പോൾ ഇൻഫർമേഷൻ്റെ വാല്യൂ ഇപ്പോൾ സപ്പോസ് 2.4 ബിറ്റ്സ് നമ്മൾ പറയും. ഓക്കെ, അതേപോലെ ബിയുടെ വാല്യൂ 3 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ട്രിപ്ലെറ്റ്സ് പറയും. ഓക്കെ, ട്രിപ്ലെറ്റ്സ് പറയും. അതേപോലെ ബീൻ്റെ വാല്യൂ 4 ആവുന്ന സമയത്ത് നമ്മൾ ക്വാഡ്രപ്പിൾസ് എന്ന് പറയും. അതേപോലെ നമ്മൾ പിന്നെ 10 ആവുന്ന സമയത്ത് നമ്മൾ ഹാർട്ട്ലി എന്ന് പറയും. അങ്ങനെ പോകും. സോ ഇതാണ് അബൌട്ട് ദ റിലേഷൻ. അടുത്ത് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ എ ഡിസ്ക്രീറ്റ് മെമ്മറിലെസ് സോഴ്സ്. ഓക്കെ, മെമ്മറിലെസ് സോഴ്സ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുമ്പോൾ ദി വിൽ ബി കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് നേച്ചർ. ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മറ്റേവിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ പറയുന്നത് ആ സോഴ്സിന് മെമ്മറി ഇല്ല. സോഴ്സിന് മെമ്മറി ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ഡേറ്റ ആയി ട്രാൻസ്മിറ്റ് ചെയ്താൽ പിന്നെ ആ ഡേറ്റ ആയി അത് പോയി ആ ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജ് അങ്ങ് പോയി. പിന്നെ അത് അടുത്ത ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജിനെ അഫക്റ്റ് ചെയ്തില്ല. സോ നമുക്ക് പറയാം ഈ രണ്ട് ഇവൻറ്റും എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജ് എല്ലാം എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് നേച്ചർ ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു ഡിസ്ക്രീറ്റ് മെമ്മറിലെസ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് എമിറ്റിംഗ് 2 മെസ്സേജസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സോഴ്സ് 2 മെസ്സേജിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു സോഴ്സ് പറയാമെങ്കിൽ വി ഹാവ് എ സോഴ്സ് വിച്ച് ഇസ് എമിറ്റിംഗ് 2 മെസ്സേജ്. ലെറ്റ് ഇറ്റ് ബി M1 and M2. ഓക്കെ, M1 ഉം M2 എന്ന് പറയുന്ന 2 മെസ്സേജസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ക്വസ്റ്റൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. മെമ്മറി സോഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദേ വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഇൻ നേച്ചർ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് മെസ്സേജസാണ് കിട്ടുന്നത്. സോ M1 M2 ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്കൊരു റിസീവറിൽ കിട്ടുന്നു എന്ന് പറയുന്നു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദ മെസ്സേജ് M3. അപ്പം നമുക്ക് മെസ്സേജ് M3 ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നത്. ആൻഡ് അവരെന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് ഈക്വൽ പ്രോബിലിറ്റി. ഓക്കെ, എമിറ്റിംഗ് 2 മെസ്സേജ് വിത്ത് ഈക്വൽ. നമ്മൾ ഈ 2 മെസ്സേജ് ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അവരുടെ പ്രോബിലിറ്റിയും ഈക്വൽ ആണ്. ഈക്വൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1/m each ആയിരിക്കും. ഈക്വൽ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ 1/m ആയിരിക്കും പറയുന്നത്. ഇവിടുത്തെ കേസിൽ എത്ര മെസ്സേജ് ഉണ്ട്? 2 മെസ്സേജ്. സോ 1/m എന്ന് പറയുമ്പോൾ 1/2 ഈച്ച് ആയിരിക്കും ഇവിടുത്തെ പ്രോബിലിറ്റി. വിച്ച് ഇംപ്ലൈസ് എന്താണ്? ഇവിടുത്തെ പ്രോബിലിറ്റി ഓഫ് M1 എന്ന് പറയുന്നത് M1 എന്ന് പറയുന്ന മെസ്സേജിൻ്റെ പ്രോബിലിറ്റി 1/2 ആയിരിക്കും. സിമിലർലി പ്രോബിലിറ്റി ഓഫ് ദ മെസ്സേജ് M2 എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇതാണ് സെക്കൻഡ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വിത്ത് ഈക്വൽ പ്രോബിലിറ്റി. ആൻഡ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇൻഫർമേഷൻ കണ്ടന്റ് പെർസെൻറ്റ് ഇൻ ദി റിസീവ്ഡ് മെസ്സേജ്. നമുക്ക് റിസീവ് ചെയ്യുന്ന മെസ്സേജ് എന്താണ്? M3 ആണെങ്കിൽ ഈ മെസ്സേജിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എന്താണ്? സോ ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു ദ മെസ്സേജ് I of M3 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ദി മെസ്സേജസ്. ഇൻപുട്ട് മെസ്സേജ് എന്താണ്? M1 പ്ലസ് I of M2. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ I need the value of I of M1 and I of M2. ഈ 2 വാല്യൂ എനിക്ക് ഡയറക്റ്റ്ലി അറിയാവോ? അറിയത്തില്ല. പക്ഷേ ഇൻഫർമേഷൻ്റെ റിലേഷൻ എന്താണ്? I of M1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എന്താണ്? log to the base B. ഇവിടുത്തെ കേസിൽ നമ്മൾ എന്താ എടുക്കുന്നത്? നമ്മൾ യൂണിറ്റ് എപ്പോഴും നോർമലി 2 ആണ് എടുക്കുന്നത്. സോ ബേസ് ലെവൽ log to the base 2. ഓക്കെ, 1 പ്രോബബിലിറ്റി ഓഫ് ദ മെസ്സേജ് M1. ഇതാണ് നമ്മുടെ റിലേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് എന്തായിരിക്കും? log to the base 2 again 1/p of M2. ഇനി again log to the base 2 1 പ്രോബിലിറ്റി ഓഫ് M1 എന്താണ്? നമുക്ക് കിട്ടിയത് 1/2 ആണ്. സോ 1/2 പ്ലസ് log to the base 2 again 1/2 വിച്ച് ഈക്വൽ ടു എന്താണ്? log to the base 2 പ്ലസ് log 2 to the base 2. ഇനി log a to the base a എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്? 1 ആണ്. സോ ആക്ച്വലി ഈ ടേം ബിക്കംസ് 1 ആൻഡ് ദിസ് ബിക്കംസ് 1 വിച്ച് വിൽ ബി ഈക്വൽ ടു 2 എന്താ യൂണിറ്റ് ഇടേണ്ടേ? ഇൻഫർമേഷൻ യൂണിറ്റ് നമ്മൾ ബേസ് 2 ഇടുന്നുണ്ട്. വി ഗെറ്റ് ദ യൂണിറ്റ് ആസ് ബിറ്റ്സ്. സോ 2 ബിറ്റ്സ് ആണ് ഇവിടുത്തെ കേസിൽ എൻ്റെ റിസീവ്ഡ് മെസ്സേജിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ എ ഡിസ്ക്രീറ്റ് മെമ്മറിലെസ് സോഴ്സ്. പിന്നെയും ഒരു ഡിസ്ക്രീറ്റ് മെമ്മറിലെസ് സോഴ്സ് ആണ്. സിംപ്ലൈസ് എന്താണ്? ആദ്യം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജസ് എല്ലാം എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കി ക്വസ്റ്റ്യൻ നോക്കാൻ. ഓക്കെ, കൺസിഡർ എ ഡിസ്ക്രീറ്റ് മെമ്മറിലെസ് സോഴ്സ് X. സോ വി ഹാവ് എ മെസ്സേജ്. ഓക്കെ, വി ഹാവ് എ സോഴ്സ് X. Okay, and it will be എന്താണ്? It will consist of 2 independent sources. Okay, ഈ X എന്ന് പറയുന്ന ഈ ഒരു സോഴ്സ് will be in turn consisting of 2 independent sources X1 and X2. So ഇതിൻ്റെ അകത്ത് എനിക്ക് 2 സോഴ്സസ് ഉണ്ട്, X1 and X2. Okay, and എന്ന് പറഞ്ഞിട്ടുണ്ട് X1 emits 2 messages M1 and M2 with probabilities 1/4 and 3/4. Okay, X1 എന്ന് പറയുന്ന സോഴ്സ് 2 മെസ്സേജസ് പ്രൊഡ്യൂസ് ചെയ്യും. Okay, M1 and M2. ആൻഡ് ഇവരുടെ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എത്ര പറഞ്ഞേക്കുന്നത്? 1/4 and 3/4. സോ M1ൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും? വിൽ ബി ഈക്വൽ ടു 1/4 ആൻഡ് M2യുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്താ പറഞ്ഞത്? 1/3/4 എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമിലർലി എന്ത് പറഞ്ഞിട്ടുണ്ട്? ആൻഡ് X2 emits M3 and M4 with probabilities 1/2 and 1/2.
ആ x2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതും 2 മെസ്സേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, M3 ആൻഡ് M4 വിത്ത് ദി പ്രോബിലിറ്റീസ് 1/2 ഈക്വൽ പ്രോബിലിറ്റി ആണ്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ സോഴ്സ് ടേക്സ് 1 മെസ്സേജ് ഫ്രം x1 ആൻഡ് x2 ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ സോഴ്സ് എക്സ് എന്താ ചെയ്യുന്നത്, സോഴ്സ് എക്സിൻ്റെ അകത്ത് നമുക്ക് ഇന്റേൺ 2 ഇൻഡിവിജ്വൽ സോഴ്സ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി നമ്മുടെ ഈ സോഴ്സ് എന്താ ചെയ്യുന്നത്, അത് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതെന്ന് പറയുമ്പം ഈ x1 എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് ഒരു മെസ്സേജ് എടുക്കും ആൻഡ് x2 എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് ഒരു മെസ്സേജ് എടുക്കും, എന്നിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതാ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര കോമ്പിനേഷൻ കിട്ടും, ഒരു മെസ്സേജ് ആയിട്ടാണോ പോകുന്നത്, അല്ല. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് x1ൻ്റെ ഒരു മെസ്സേജ് M1, M1 എന്നൊരു മെസ്സേജ് എടുക്കുകയാണ്. അവർ പറഞ്ഞു x1 നിന്ന് ഒന്ന് വരണം, x2 നിന്ന് ഒന്ന് വരണം. സോ സപ്പോസ് M1 ആൻഡ് M3 ആവുമ്പോൾ കോമ്പിനേഷൻ, M1 എടുത്തു M3 എന്ന് പറഞ്ഞ മെസ്സേജ് എടുത്തു, അവരെ ഒരുമിച്ച് എടുത്ത് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, M1 M3 എന്ന് പറഞ്ഞ മെസ്സേജ് ഒരുമിച്ച് വരും. അതേപോലെ നമുക്ക് എങ്ങനെ പറയാം, വേറെ കോമ്പിനേഷൻ എന്താണ്, M1 M4 വന്നൂടെ, അതെ M1 M4 വരാം, പിന്നെ എന്ത് വരാം, M2 M3 വരാം, M2 M4 വരാം. So M2 M3 and M2 M4 are my 4 different combinations of messages which could be transmitted to the receiver. അപ്പോൾ ഇത്രയും കോമ്പിനേഷനെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അത് നമ്മൾ ഈ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി അത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ ഇൻഫർമേഷൻ കണ്ടന്റ് ഇൻ ഈച്ച് മെസ്സേജ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും കോമ്പിനേഷൻ മെസ്സേജാണ് കിട്ടുന്നത്. സോ ഇതിനെ നമുക്ക് ആക്ച്വലി എന്ത് പറയാം, ഇതൊരു കോമ്പൗണ്ട് പ്രോബിലിറ്റിയാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ചെയ്താണെങ്കിൽ എനിക്ക് കോമ്പൗണ്ട് പ്രോബിലിറ്റി എന്ന് പറയും. കാരണം എന്താണ്, മോർ ദാൻ 1 ഈവൻറ്റിന് നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുകയാണ് എൻ്റെ പ്രോബിലിറ്റി. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ഓരോ മെസ്സേജും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ കണ്ടന്റ് എന്താണ്. ഇപ്പോൾ ഫസ്റ്റ് മെസ്സേജ് ഇപ്പോൾ M1 M3 ആണ് അറ്റ് എ ടൈം ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ 4 കൂടെ ഒരുമിച്ച് പോകത്തില്ല, അറ്റ് എ ടൈം ആയിരിക്കും പോകുന്നത്. സോ ഈ M1 M3 എന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന I of M1 M3 എത്രയാണ്. അതേപോലെ സെക്കൻഡ് ഇപ്പോൾ ഞാൻ M1 M4 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ I of M1 M4 എന്താണ്. ഇങ്ങനെയാണ് അവർ 4 മെസ്സേജിൻ്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് എന്താ വേണ്ടേ, ഇപ്പം എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്, I of M1 M3. I of M1 M3 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ബൈ ദ റിലേഷൻ ഓഫ് ഇൻഫർമേഷൻ കുഡ് ബി റിട്ടൺ ആസ് log to the base 2 1/p of M1 M2. So this is my relation. Okay, and എനിക്കിതിൽ അൺനോൺ എന്താണ്, പ്രോബിലിറ്റി ഓഫ് M1 M2. അതായത് M1 M2 എന്ന് M1 M3. ഓക്കെ, M1 M3 എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ഞാൻ സെൻഡ് ചെയ്യുന്നതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എത്രയായിരിക്കും, അത് നമുക്ക് എന്ത് ചെയ്യണം, പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. സോ പ്രോബിലിറ്റി എന്ന് പറയുന്ന നമ്മൾ കോമ്പൗണ്ട് പ്രോബിലിറ്റി ആയിരിക്കും പറയുന്നത്. ഓക്കെ, കോമ്പൗണ്ട് പ്രോബിലിറ്റി എന്ന് പറയും, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഈ ഫസ്റ്റ് മെസ്സേജ് M1 M3യുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്തായിരിക്കും, M1ൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആൻഡ് M3യുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 1/2. സോ 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1/8, വിച്ച് ഇസ് മൈ ഫസ്റ്റ് വാല്യൂ. 1/8 എന്ന് പറയുന്നതാണ് ദ പ്രോബിലിറ്റി ഓഫ് M1 M3 എന്ന് പറയുന്നത്. സിമിലർലി അടുത്ത എത്രയാണ്, M1 M4. പ്രോബിലിറ്റി ഓഫ് M1 M4 എന്ന് പറയുന്നത് എന്തായിരിക്കും, M1ൻ്റെയും M4ൻ്റെയും പ്രോഡക്റ്റ്. M1ൻ്റെയും M4ൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അഗെയിൻ 1/8. സിമിലർലി അടുത്ത പ്രോബിലിറ്റി എന്താണ്, M2 M3യുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, M2 മൾട്ടിപ്ലൈഡ് ബൈ M3 എന്ന് പറയുമ്പോൾ 3/8. ഓക്കെ, സിമിലർലി അടുത്ത പ്രോബിലിറ്റി എന്താണ്, കറസ്പോണ്ടിങ് ടു M2 M4 എന്ന് പറയുമ്പോൾ M2 മൾട്ടിപ്ലൈഡ് ബൈ M4. സോ 3/4 into 1/2 അഗെയിൻ 3/8. സോ ദിസ് ഇസ് മൈ കറസ്പോണ്ടിങ് കോമ്പൗണ്ട് പ്രോബിലിറ്റി. ഓക്കെ, കോമൺ പ്രോബിലിറ്റി. ഇനിയിപ്പോൾ ആദ്യം എന്താണ് പിടിക്കാം, നമുക്ക് വേണ്ടുന്ന log to the base 2 1/p of M1 M3. P of M1 M3 എന്താണ് 1/8. So this will become log to the base 2 1/1/8 which will be equal to log to the base 2 8, which will be actually നമ്മൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ മതി. to the base 2 ഇട്ടിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 bits കിട്ടും. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നപ്പോൾ എന്താണ്, ഇത് ജസ്റ്റ് ഒരു മെസ്സേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒറ്റ മെസ്സേജിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ പറഞ്ഞത്. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണ്, ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു ദ മെസ്സേജ്. രണ്ടാമത്തെ എന്താണ്, M1 M4 will be equal to again എന്തായിരിക്കും log to the base 2 1/ probability of M1 M4 എന്ന് പറയുന്നത് എന്തായിരിക്കും, M1 M4ൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്താണ് 1/8. സോ അഗെയിൻ log to the base 2 1/1/8 എന്ന് പറയുമ്പോൾ log to the base 8 കിട്ടും. അഗെയിൻ 3 bits എന്ന് കിട്ടും, കാരണം നമ്മളെടുത്ത ബേസ് ലെവൽ 2 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് മെസ്സേജ് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, I of എന്താ കിട്ടുന്നത് നമുക്ക് M2 M3. M2 M3 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഞാനിപ്പോൾ ഈ ഫോമിൽ എഴുതുന്നത് ഡയറക്റ്റായിട്ട് എഴുതാം. We can write it as log to the base 2 1/p of M2 M3 എത്രയാണ് 3/8.
സോ ഇറ്റ് ബിക്കംസ് log to the base 2 1/3/8 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക് 8/3 എന്ന് കിട്ടും. ഓക്കെ, അതായത് 1/3/8 എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ആയിട്ട് വരും. സോ log to the base 2 8/3 എന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/4 ബിറ്റ്സ് കിട്ടും. ഓക്കെ, ഇതിൻ്റെ സെയിം ബൈൻഡിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടാൻ പോകുന്നത് M2 M4 കറസ്പോണ്ടിങ്. കാരണം എന്താണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/8 ആണ്. സോ അവിടെ ചെയ്യുമ്പോഴും എനിക്ക് എന്താ കിട്ടുന്നത് സെയിം വാല്യൂ കിട്ടുന്നത്. സോ I of M2 M4 ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സെയിം വാല്യൂ കിട്ടുന്നത്. ഇത് രണ്ടും ബൈൻഡിങ്ങിലായിരുന്നില്ലേ അതേപോലെ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു സോൾവ് ഫോർ ഇൻഫർമേഷൻ ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് പ്രോബിലിറ്റി. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, ഇൻ എ സർട്ടൺ കമ്മ്യൂണിറ്റി 25% ആർ ഗേൾസ് വിത്ത് ബ്ലോണ്ട് ഹെയർ ആൻഡ് 50% ഹാവ് ബ്ലൂ ഐസ്. ഒരു പറഞ്ഞിരിക്കുന്ന ഒരു സർട്ടൺ കമ്മ്യൂണിറ്റിയിൽ 25% ഓഫ് ഗേൾസ് ആർ ബ്ലോണ്ട് ഹെയർസ്. ഇപ്പോൾ ബ്ലോണ്ട് ഹെയറിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയാണ് 25% തന്നിരിക്കുന്നത്. അതൊരു ഈവൻ്റ് ആണ്. നമുക്ക് പറയാം പ്രോബിലിറ്റി ഓഫ് ഗേൾസ് വിത്ത് ബ്ലോണ്ട് ഹെയർ. ഓക്കെ, ബ്ലോണ്ട് ഹെയർ എന്ന് പറയുന്ന ഒരു പ്രോബിലിറ്റിയാണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? വിഷ് വിൽ ബി ഈക്വൽ ടു എന്താണ് 25%. 25% പറയുമ്പോൾ എന്താണ് ഡിവൈഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 25 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ ഐ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 1/4. ഇതാണ് അവർ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇവൻ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് 50% ഹാവ് ബ്ലൂ ഐസ്. സോ ബ്ലൂ ഐസ് എന്ന് പറഞ്ഞത് അനദർ ഇവൻ്റ്. സോ പ്രോബിലിറ്റി ദാറ്റ് ഗേൾസ് വിൽ ബി ഹാവിങ് ബ്ലൂ ഐസ്. ഓക്കെ, ബ്ലൂ ഐസ് എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എത്ര തന്നിരിക്കുന്നത്? 50%. സോ 50%ന് കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 50/100 നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. സോ ദീസ് ആർ മൈ 2 ഇവൻറ്റ്സ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ് ദിസ് ബി. ഓക്കെ, പി ഓഫ് ബ്ലോണ്ട് ഹെയർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ സപ്പോസ് അതിൻ്റെ പ്രോബിലിറ്റി പി ഓഫ് എ എന്ന് പറയാണ്. ഓക്കെ, എപ്പോഴും ആ ഒരു ബ്ലോണ്ട് ഹെയർ എഴുതുന്ന ആ ഒരു ഡിഫിക്കൽട്ടി വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പി ഓഫ് എ എന്ന് പറയാണ്. ആൻഡ് ബ്ലൂ ഐസിൽ ഞാൻ പി ഓഫ് ബി എന്നും പറയാണ്. ഓക്കെ, അങ്ങനെ എനിക്ക് 2 പ്രോബിലിറ്റി കിട്ടി. ഇനി ഒരു പറഞ്ഞിരിക്കുന്നത് ഓൾസോ 75% ഓഫ് ബ്ലോണ്ട് ഹെയർസ് ഹാവ് ബ്ലൂ ഐസ്. ഓക്കെ, 75% ആണ് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് 75%ൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? 75/100 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. ആൻഡ് ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? എന്ത് പ്രോബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ബ്ലോണ്ട് ഹെയർസ് ഹാവ് ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അല്ല, ഇവിടെ പറയുന്ന പോലെ ഒരു സിംഗിൾ ഈവൻ്റ് അല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള 2 ഈവൻസിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഗിവൻ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടീഷണൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് അറേഞ്ച്മെൻറ്റ്? 75% ഓഫ് ബ്ലോണ്ട് ഹെയർസ് ഹാവ് ബ്ലൂ ഐസ്. ഓക്കെ, ഹാവ് ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലൂ ഐസ് എന്ന് പറയുന്നതാണ് എൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഗിവൺ ദ കണ്ടീഷൻ ദാറ്റ് ഗേൾസ്, ആ പർട്ടിക്കുലർ ഗേൾ എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ഹാവിങ് ബ്ലോണ്ട് ഹെയർ. സോ നമുക്ക് എന്ത് പറയാം? പ്രോബിലിറ്റി ദാറ്റ് ദ ഗേൾ വിൽ ബി ഹാവിങ് ബ്ലൂ ഐസ്. ഓക്കെ, ഗിവൺ ദ കണ്ടീഷൻ ദാറ്റ് ദേ ആർ ബ്ലോണ്ട്സ്. ഓക്കെ, അവർ ബ്ലോണ്ട് ഹെയർസും കൂടെയാണ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. നമുക്ക് എന്ത് പറയാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു പി ഓഫ് ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ബി ആണ്. ഗിവൻ ദ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുമ്പോൾ ബ്ലോണ്ട് ഹെയറിൻ്റെ എ. സോ പി ഓഫ് ബി ഗിവൻ എ ആണ് ഈ പറയുന്നത് 3/4. ഓക്കെ, നിങ്ങൾ ആ ഒരു അങ്ങനെ പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. ഏത് കണ്ടീഷനാണ് നമുക്ക് ഗിവൻ ആയിട്ടുള്ളത്, ഏതിൻ്റെ പ്രോബിലിറ്റിയാണ് അവർ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം മനസ്സിലാക്കേണ്ടത്. സോ ഈ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട് ദീസ് മെനി ഗേൾസ് വിൽ ബി ഹാവിങ് ബ്ലോണ്ട് ഹെയർസ്. ഓക്കെ, ദീസ് മെനി സ്റ്റുഡൻസ് ഓഫ് ബ്ലോണ്ട് ഹെയർസ് ഹാവ് ബ്ലൂ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹാവ് എന്ത് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് മൈ ആക്ച്വൽ വാല്യൂ. ഓക്കെ, ഗിവൺ എന്താണ്? ഓക്കെ, അവർക്ക് ബ്ലൂ ഐസ് ഉണ്ട് പ്രൊവൈഡഡ് ദാറ്റ് ദേ വിൽ ബി ഹാവിങ് ബ്ലോണ്ട് ഹെയർസ്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള 3 കണ്ടീഷനാണിത്. ഇത് പറയുന്നത് ഇഫ് യു ടോൾഡ് ദാറ്റ് എ ഗേൾ ഹാസ് ബ്ലൂ ഐസ്, നമുക്ക് പറഞ്ഞേക്കാണ് സപ്പോസ് എ ഗേൾ ഹാസ് ബ്ലൂ ഐസ്. സോ ഏത് കണ്ടീഷനാണ്, ഏത് ഇവൻ്റാണ് നടക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് ബ്ലൂ ഐസ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഇൻഫർമേഷൻ ഹാവ് യു റിസീവ് ഫ്രം ഇറ്റ്? ഓക്കെ, സോ സപ്പോസ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് വി ഹാവ് എ ബ്ലൂ ഹെയർസ്. ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പി ഓഫ് ബി ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എ ഗേൾ ഹാസ് ബ്ലൂ ഐസ് വിച്ച് ഇംപ്ലൈസ് പി ഓഫ് ബി എന്ന് പറഞ്ഞ കണ്ടീഷനാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എന്താണ്? ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു ഈ പ്രോബിലിറ്റി ഐ ഓഫ് ബി എന്താണ്? ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചിട്ട് ഐ ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോഗ് ടു ദ ബേസ് ബി ലോഗ് ടു ദ ബേസ് 2 1/പി ഓഫ് എന്തായിരിക്കും? ബി. പി ഓഫ് ബി എന്താണ് ഇവിടുത്തെ കേസിൽ നമുക്ക് കണ്ടുപിടിച്ചത്? 2 1/2. സോ ദിസ് ബിക്കംസ് എന്തായിരിക്കും? ലോഗ് ടു ദ ബേസ് 2 1/1/2 വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? log to the base 2 equal to 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ കണ്ടീഷൻ. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇഫ് യു ആർ ഫർദർ ടോൾഡ് ദാറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാണ്. ഇഫ് യു ആർ ഫർദർ ടോൾഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ്റെ കൂടെ അഡീഷണലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ഫർദർ ടോൾഡ് ദാറ്റ് ഷീ ഈസ് ഹാവിങ് ബ്ലോണ്ട് ഹെയർ, ഹൗ മച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഹാവ് യു റിസീവ്ഡ്? സോ ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന കേസ് എന്തായിരുന്നു? ദ ഗേൾ വാസ് ഹാവിങ് ബ്ലൂ ഐസ്.
സോ ആ കണ്ടീഷനോട് പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അവർ പറയുന്നത് സപ്പോസ് ദാറ്റ് ദ ഗേൾ ഇസ് ഓൾസോ ഹാവിംഗ് ബ്ലോണ്ട് ഹെയർ. സോ സെക്കൻഡ് കേസ് നമ്മൾ പറയുന്ന സമയത്ത് ഷീ ഈസ് ഓൾസോ ഹാവിംഗ് ബ്ലൂ ഹെയർ. അപ്പോൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞത് ബ്ലൂ ഹെയർ. സോ ഈ കേസിൽ ഷീ വിൽ ബി ഹാവിംഗ് ബ്ലൂ ഐസ്. ബ്ലൂ ഐസ് ആണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഷീ വിൽ ബി ഹാവിംഗ് ബ്ലൂ ഐസ് വിച്ച് വിൽ ബി മൈ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പ്രൊവൈഡഡ് അവരെന്തിന് പ്രോപ്പർട്ടി ചോദിച്ചിരിക്കുന്നത്? ഇഫ് യു ഫർദർ ടോൾഡ് ദാറ്റ് ഷീ ഈസ് ഹാവിംഗ് ബ്ലോണ്ട് ഹെയർ, സോ ദ ഗേൾ വിൽ ബി ഹാവിംഗ് ബ്ലോണ്ട് ഹെയർ given the condition that she is already having blue eyes. സോ ഇതാണ് നമുക്ക് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രോബിലിറ്റി ഓഫ് ബ്ലോണ്ട് ഹെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലോണ്ട് ഹെയറിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എ ആണ് ആൻഡ് ബ്ലൂ ഐസിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ബി ആണ്. സോ പി ഓഫ് എ ഗിവൻ ബി, ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. ആൻഡ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് യു ഫർദർ ടോൾഡ് ദാറ്റ് ഈ ഒരു കണ്ടീഷൻ ഹൗ മച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഹാവ് യു റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞ കേസിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഓക്കെ, അവർ രണ്ടാമത് പറയാണ് ഓൾസോ ദ ഗേൾ ഇസ് ഹാവിംഗ് ബ്ലോണ്ട് ഹെയർ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഇൻഫർമേഷൻ കിട്ടും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എന്തായിരിക്കും? ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു എ ഗിവൻ ബി. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞപ്പം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. രണ്ടാമത് ഞാൻ ബ്ലോണ്ട് ഹെയർ എന്ന് പറഞ്ഞ കണ്ടീഷൻ കൂടെ പറഞ്ഞപ്പം വി ഗെറ്റ് അനദർ ഇൻഫർമേഷൻ, അല്ലേ? വി ഗെറ്റ് അനദർ ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഈ പാർട്ടിക്കൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് എത്രമാത്രം കൂടുതൽ ഇൻഫർമേഷൻ ആണ് എനിക്ക് ഈ ഒരു കണ്ടീഷനിൽ കിട്ടുന്നത്? സോ എനിക്ക് ഐ ഓഫ് ബിയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ഈ ഒരു വാല്യൂ കൂടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ എനിക്ക് എത്രമാത്രം അഡീഷണൽ കിട്ടിയെന്ന് പറയാൻ പറ്റും. അതാണ് ബേസിക്കലി ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് കേസിലെ ഇൻഫർമേഷൻ ഐ ഓഫ് ബിയുടെ വാല്യൂ എനിക്ക് അറിയാം. ഇനി ഐ ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ ദിസ്. ഓക്കെ, ഐ ഓഫ് എ ഗിവൻ ബി. ഐ ഓഫ് എ ഗിവൻ ബി അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ബൈ ഫോർമുല എനിക്കറിയാം. ഇറ്റ് ഈസ് log to the base 2 ഓക്കെ 1 by P of A given B. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സോ P of A given B എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോ അതിനെ കണ്ടുപിടിക്കണം. സോ ബൈ ബേസ് തിയറം, ഓക്കെ, ബേസ് തിയറം വെച്ചിട്ട് എന്താ പറയുന്നത്? P of A given B എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? P of A given B എന്ന് പറയുന്നത് will be equal to P of A B divided by the given condition P of B. സോ ഇതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്നാൽ എനിക്ക് ഈ വാല്യൂ കിട്ടും. പക്ഷേ ഈ വാല്യൂയിൽ P of B എന്താണെന്ന് എനിക്കറിയാം. വാല്യൂ ഡയറക്റ്റ്ലി 1/2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഈവൻ്റ് ആണ്. ഓക്കെ, പക്ഷേ P of A B എന്താണെന്ന് എനിക്കറിയത്തില്ല. ജോയിൻറ്റ് പ്രോബിലിറ്റി, രണ്ട് ഈവൻറ്റ് എ ബിയുടെ ജോയിൻറ്റ് പ്രോബിലിറ്റിയാണ് ഈ P of A B എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്താ എനിക്കറിയത്തില്ല. സോ അതെനിക്ക് ഫോർമുലേറ്റ് ചെയ്യണം. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. എന്നിട്ട് നോക്കാം, നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ വേറൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. P of B ഗിവനെയും കൂടെ തന്നിട്ടുണ്ട്. P of B given എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെയും ബൈ അപ്ലൈങ് ബേസ് ഇയർ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P of B given can be written as equal to എന്താണ്? P of A B divided by ഇവിടുത്തെ ഗിവൻ കണ്ടീഷൻ P of A. ഓക്കെ, ഇതാണ് എനിക്കിവിടെ തന്നിട്ടുള്ള 3/4 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ P of A എന്ന് പറയുമ്പം 3/4 മൾട്ടിപ്ലൈഡ് ബൈ P of Aയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 1/4. 1/4 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൾ ടു എന്ത് തന്നെയായിരിക്കും? P of A B ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ കേസിൽ P of A Bയുടെ വാല്യൂ എന്തായിരിക്കും? 3/4 മൾട്ടിപ്ലൈ ബൈ 1/4 എന്ന് പറയുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 3/16. സോ 3/16 ആണ് P of A Bയുടെ കറസ്പോണ്ടിങ് വാല്യൂ വരുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഹിയർ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? P of A Bയുടെ വാല്യൂ ഇപ്പോൾ കിട്ടിയത് എന്താണ്? 3/16. സോ 3/16 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? P of Bയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2. സോ വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 3/8. സോ ഇതാണ് എന്ത് പറയുന്നത്? P of A given Bയുടെ വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? P of A given B കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ കണ്ടുപിടിക്കാം. സോ വിച്ച് ഇംപ്ലൈസ് ദ ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ടു A given B എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? log to the base 2 1/3/8 which will be equal to എന്തായിരിക്കും? log to the base 2 8/3 which will be equal to 1.4 something bits എന്ന് കിട്ടും. Okay, this is my information. Okay, 1.415 approximately കിട്ടും. സോ ഇതാണ് അവർ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ അവർ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാം. ഇഫ് യു ടോൾഡ് ദാറ്റ് എ ഗേൾ ഹാസ് ബ്ലൂ ഐസ് ഹൗ മച്ച് ഇൻഫർമേഷൻ ഹാവ് യു റിസീവ്ഡ്? അതാണ് നമ്മുടെ ഐ ഓഫ് ബി ഇൻഫർമേഷൻ. ഓക്കെ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് യു ഫർദർ ടോൾഡ് ദാറ്റ്, അതായത് അലോങ് വിത്ത് ദി ഫസ്റ്റ് കേസ് അവർ അഡീഷണലി പറയുന്നതാണ് ഷീ ഈസ് ഹാവിംഗ് ബ്ലോണ്ട് ഹെയർ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഹാവ് യു റിസീവ്? അപ്പോൾ അവർ രണ്ടാമത് പറഞ്ഞ കേസിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി അവർ പറഞ്ഞത് ഈ രണ്ടാമത്തെ കേസ് ഇവർ പറഞ്ഞ സമയത്ത് നമുക്ക് ആദ്യം പറഞ്ഞ കേസിൽ നിന്ന് എത്രമാത്രം അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടി. സോ ആ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെക്കൻഡ് പറഞ്ഞ കേസ് എന്താണ്? ഐ ഓഫ് എ ഗിവൻ ബി. ഓക്കെ, മൈനസ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ കേസിലെ ഐ ഓഫ് ബി which will be equal to എന്തായിരിക്കും? സെക്കൻഡ് പറഞ്ഞ കേസിൽ 1.415 മൈനസ് ഫസ്റ്റ് കേസിൽ 1 which will be equal to എന്തായിരിക്കും? 0.415 ബിറ്റ്സ്.
ഇൻഫർമേഷനാണ് എഗെയിൻ ചോദിച്ചിരിക്കുന്നത്. സോ ബിറ്റ്സിലല്ല വരണം. സോ ഇത്രയും അഡീഷണൽ ഇൻഫർമേഷനാണ് ഞാൻ സെക്കൻഡ് പറയുന്ന ഈ കണ്ടീഷൻ പറഞ്ഞതനുസരിച്ചിട്ട് എനിക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ്